ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നുവന്ന 26 നിരപരാധികളെ കൊന്നൊടുക്കിയ 4 ഭീകരർ ഇപ്പോഴും പിടിയിലായിട്ടില്ല. കശ്മീർ അരിച്ചു പെറുക്കി സൈന്യവും കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘവും നീങ്ങുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലെത്തിയാലും ഭീകരരെയും അവരെ സഹായിച്ചവരെയും കണ്ടെത്തി ശിക്ഷിക്കും എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി വൈകാരികമായും കടുപ്പിച്ചും പ്രസംഗിച്ചത്. സിന്ധു നദീജല കരാറും വീസകളും റദ്ദാക്കി നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിന് പകരം ഷിംല കരാർ റദ്ദാക്കിയും വ്യോമമേഖല അടച്ചും പാകിസ്ഥാനും തിരിച്ചടിക്കുന്നു. രാജ്യത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിൽ ഒരുമിച്ചുവെങ്കിലും സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രം മറുപടി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മറ്റൊരിടത്ത് ഭീകരരുടെ വിഭജനതന്ത്രം കണ്ണും പൂട്ടി നടപ്പാക്കുന്ന വർഗീയ കോമരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വിഷം വിതച്ച് മുന്നേറുന്നുമുണ്ട്. അച്ഛനോട് കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് വെടിവെച്ചുവെന്ന് പറഞ്ഞതിനൊപ്പം എല്ലാ സഹായവും തന്നു നിന്ന കശ്മീർ സഹോദരങ്ങൾക്ക് നന്ദി കൂടി പറഞ്ഞ ആരതിയെയും ഇക്കൂട്ടർ വെറുതെ വിടുന്നില്ല. ഭീകരർക്ക് സങ്കല്പിക്കാനാകാത്ത തിരിച്ചടി നൽകുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ MK ഭദ്രകുമാർ, മുൻ ഇന്ത്യൻ സ്ഥാനപതി ചർച്ചയിലുണ്ട്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനാണ് BJP പ്രതിനിധി, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, മേജർ രവി റിട്ടയർഡ് സൈനിക ഓഫീസർ. പെൽഗാമിലുണ്ടായിരുന്ന മലയാളി അബൂ താഹിറിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ആദ്യം മേജർ രവിയിലേക്കൊന്ന് പോകുന്നു, കാരണം ഇവിടെ സൈനിക നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രീ മേജർ രവി, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. 4 ഭീകരർക്കായുള്ള തിരച്ചിൽ 4 പാടും നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കശ്മീരിലെ തന്നെ ചില മേഖലകളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഭീകരർ എങ്ങനെ ഇവിടേക്ക് എത്തുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. കശ്മീർ എല്ലാ കാലത്തും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. സൈനികർ കൂട്ടമായി നിൽക്കുന്ന ഒരിടമായിട്ട് തന്നെയാണ്. ഏറ്റവും അധികം സൈനിക വ്യൂഹത്തെ വിന്യസിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് കശ്മീർ. പക്ഷേ 370 എടുത്തു കളഞ്ഞതിനു ശേഷം അതിലൊരു കുറവ് വന്നിട്ടുണ്ടോ? എങ്ങനെ ഈ 4 ഭീകരർ അവിടേക്ക് എത്തുന്നു? എങ്ങനെ ഈ സാധാരണക്കാർക്ക് നേരെ അവർക്ക് വെടിവെക്കാൻ കഴിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഗുഡ് ഈവനിങ് സ്മൃതി. ഇപ്പോൾ കാശ്മീരിൽ എങ്ങനെ മിലിറ്റൻസ് അകത്ത് കയറുന്നു എന്നുള്ള ചോദ്യത്തിന് അത് 370 ആർട്ടിക്കിളുമായിട്ട്, കാരണം 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിന് ശേഷം നമ്മൾ സ്ലോലി ലൈഫ്, കാശ്മീരീസിൻ്റെ ലൈഫ് നോർമൽസിയിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ 3ാമത്തെ വർഷം നടക്കുകയാണ്. പക്ഷേ ഈ ഒരു ഏരിയയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഏരിയയിൽ സെർവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനോടൊപ്പം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ വെൽവേഴ്സ്ഡാണ്. ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം, കിസ്ത്വാർ അല്ലെങ്കിൽ അതിന് അപ്പുറത്ത് ഷോപ്പിയാൻ എന്ന സ്ഥലം, ആ ഷോപ്പിയാൻ്റെ ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് LOC എന്ന് പറയുന്ന സ്ഥലം. ഈ ഷോപ്പിയാൻ ഏരിയയിലെല്ലാം ജനവാസം വളരെ കുറവാണ്, ഈ ഉൾസൈഡ് വില്ലേജുകളിലേക്കെല്ലാം. അപ്പോൾ അതിലൂടെയുള്ള അവിടെയുള്ള നമ്മുടെ പിക്കറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള പിക്കറ്റുകളാണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, മാൻ പവർ കുറപ്പിച്ചു, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്ത്. മാൻ പവർ കുറച്ചാലും ഇന്ന് ഒരു ഡ്രോൺ ആകാശത്തോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിനെ 24 hours ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രോൺ കൊണ്ട് 50 കിലോമീറ്റർ ഏരിയയാണ് ഡേ നൈറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് മൂവ്മെൻറ്റും നമുക്ക് പിടിക്കാനും സാധിക്കും, അതിനനുസരിച്ച് കൗണ്ടർ ചെയ്യാനും സാധിക്കും. പക്ഷേ ഇവിടെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മിലിറ്റൻസ് ഏത് സമയത്ത് വരുന്നു, വിൻ്റർ സീസണിൻ്റെ പീക്കായിരിക്കുന്ന സമയത്ത് വന്ന് കയറിക്കഴിഞ്ഞിട്ട് പിന്നീട് അവർ സ്ലീപ്പിംഗ് സെല്ലായിട്ട് ഇവിടെ കിടക്കും. ദേ വിൽ ബി വെയിറ്റിംഗ് ഫോർ ദ ഓർഡേഴ്സ്. അവിടുന്ന് അപ്പുറത്തുനിന്ന് ഓർഡർ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലായിട്ട് ഇവിടുത്തെ ലോക്കൽസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ലോക്കലിൽ കുറേ ചെറുപ്പക്കാർ ഇതുപോലെ തന്നെ എഫ്സൽ മുജാഹിദ്ദീൻ അല്ലെങ്കിൽ മറ്റേ ഈ ലഷ്കർ എ തോയ്ബ ഇതിൻ്റെയൊക്കെ ആളുകൾ, സ്ലീപ്പിംഗ് സെല്ലുകൾ കാശ്മീരിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഓവർബോർഡ് ഇവരെ ഒബ്സർവേഷൻ ആയിട്ടുള്ള ഇവരുടെ അണ്ടർ കവർ ആയിട്ടുള്ള മിലിറ്റൻസ് ഉണ്ട്. അവർ തോക്കും കൊന്നുപോയിട്ടൊന്നുമല്ല നടക്കുന്നത്. അവർ വെറും മൊബൈൽ ഉണ്ടായിരിക്കും. അവർ ഈ പേൽഗാമിലെല്ലാം ചുറ്റി നടക്കുന്ന സമയത്ത് ഇന്ന സമയത്തൊക്കെ പർട്ടിക്കുലർ സ്ഥലത്ത് ഇത് ഈസി, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ഫോഴ്സസ് ഇല്ല, ഈ സ്ഥലത്തൂടെ നിങ്ങൾക്ക് വരാം. ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഇതുപോലുള്ള സ്ലീപ്പിംഗ് സെൽസും അതുപോലെ തന്നെ ഔട്ട്സൈഡ് അണ്ടർ കവർ മിലിറ്റൻസ് ഉണ്ട്. നമ്മുടെ അണ്ടർ കവർ ഇൻ്റലിജൻസ് ഏജൻസി ഉള്ളതുപോലെ തന്നെ ഇവന്മാർക്കുണ്ട് അണ്ടർ കവർ ആയിട്ടുള്ള ലോക്കൽ ആളുകളെ ഇവർ പൈസ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഈ 370 ആർട്ടിക്കിൾ പോയതിന് ശേഷം പിന്നീട് ഈ ടൂറിസ്റ്റുകളുടെ വരവ് കൂടി വന്നുകൊണ്ടിരുന്ന സമയത്ത് ലോക്കലായിട്ടുള്ള ആളുകളുടെ ചിന്താഗതി മാറി. കാരണം അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇത്രയും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നൊരു മണ്ണാണ് ഇത്, അതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ പോയിട്ട് സബ്സിഡിക്ക് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സിറ്റുവേഷൻ തിരിച്ചറിവുണ്ടായത് കഴിഞ്ഞ വർഷത്തിലാണ്. കാരണം 2,34,000 ലക്ഷത്തോളം ടൂറിസ്റ്റുകളാണ് കാശ്മീരിനെ ഒരു 3 മാസം 4 മാസം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ഈ 4 മാസത്തിൽ ഈ കാശ്മീരിൽ സമ്പാദിച്ചിരിക്കുന്ന ഇത് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലോക്കൽസ് മുഴുവൻ ഈ മിലിറ്റൻസിന് എഗൻസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മിലിറ്റൻസ് വന്ന് എവിടെയെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ
അവർ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇൻഫോം ചെയ്യാറുണ്ട്. കാരണം ദേ വർ ലിവിങ് ഇൻ എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. പിന്നെ എന്തുകൊണ്ട് ഈ പേൽഗാം അല്ലെങ്കിൽ ഈ ഏരിയയിൽ എങ്ങനെ വന്നു? ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ 10-100 കിലോമീറ്റർ ദൂരത്തൊക്കെയാണ് LOCകൾ. പക്ഷേ ഈ ഷോപ്പിയാൻ എന്ന സ്ഥലത്തൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സ്ലീപ്പിംഗ് സെല്ലായിട്ട് ഇരുന്നുകൊണ്ട് പേൽഗാമിനെ അറ്റാക്ക് ചെയ്യാനുള്ള ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൽഗാം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബിസിയസ്റ്റ് പ്ലേസ്. വൈ? ബിക്കോസ് രാജ് കപൂറിൻ്റെയൊക്കെ സമയത്തുണ്ടായിരുന്ന സിനിമകളിൽ കാണുന്ന ആ വാലി, പാട്ടുകളിലെല്ലാം ഉള്ള വാലിയാണ് പേൽഗാമിലുള്ളത്. അത് ഇപ്പോഴാണ് എക്സ്പോസ് ആയിട്ട് ജനങ്ങൾ അവിടെ തിരിച്ച് പോകാൻ തുടങ്ങിയിരിക്കുക. അപ്പോൾ ഈ ഏരിയയിൽ കിസ്വാർ സെക്ടറിൽ കൂടെ ഇവർക്ക് വരാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞാൽ പല കാടുകളെല്ലാം കടന്നു വന്നു കഴിഞ്ഞാൽ ജനവാസമില്ലാത്ത സ്ഥലത്തൂടെ ഇവർക്ക് ഈ വാലിയിലോട്ട് വന്ന് ചേരാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സിനെ ഫുള്ളായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തുണ്ട് ഈ സെക്യൂരിറ്റി ഫോഴ്സ് 370 ആർട്ടിക്കിൾ എടുത്തതിന് ശേഷം കുറച്ചായിട്ട് വിഡ്രോ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയതാണ്. അപ്പം അതിനകത്ത് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ലാപ്സ് മാത്രമെന്ന് പറയില്ല, പക്ഷേ ലാപ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ബിക്കോസ് എപ്പോഴും നമുക്കുണ്ടല്ലോ ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്ന സമയത്ത്, ഈ സമയത്താണ് അവന്മാർ അടിക്കുക കറക്റ്റ്. അവർ നോക്കിയിരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ വീക്ക് ആവുന്നതെന്നുള്ളതാണ്. നമുക്കാണെങ്കിൽ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് കുഴപ്പമില്ല ടൂറിസ്റ്റുകൾ വരുന്നത്, എല്ലാവരും എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഗ്യാപ്പിലാണ് ഇവർ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുന്നത്. ആ ഗ്യാപ്പ് പിടിച്ചിരിക്കുന്ന സമയം ഏതാണ്? ടൂറിസം ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഈ ഏപ്രിൽ കഴിഞ്ഞു, ഇനി മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്നത് തിക്ക് ഓഫ് ദ തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ ഊട്ടിയിലത്തെ പോലെ ഓൺലൈനിൽ എടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും കാശ്മീരിലോട്ട്. അത്രയും ട്രാഫിക് ജാം ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി കഴിഞ്ഞ വർഷം. ഡൽ ലേക്കിൻ്റെ അവിടെ 3 മണിക്കൂറൊക്കെയാണ് 1 കിലോമീറ്റർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാഫിക് ജാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു എന്നുള്ളത്. ആ സംഭവത്തിനെയാണ് ഇവർ ഇവിടെ വെച്ചിട്ടൊരു അടിച്ചു കഴിഞ്ഞാൽ യെസ്, ഈ ടൂറിസത്തിന് ബ്രേക്ക് ചെയ്യണം. ടൂറിസത്തിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീരീസ് ഹാവ് ടു കം ബാക്ക് ടു ദ സെയിം ടൈം. മുമ്പുണ്ടായിരുന്ന ആ പട്നിയിലോട്ട് അവരെ തിരിച്ചവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ മിലിറ്റൻസി പിന്നെയും വളർത്താൻ പറ്റുള്ളൂ. മിലിറ്റൻസ് പറയുന്നത് കേൾക്കണമെങ്കിൽ അവർ പട്ടിണി കിടക്കണം. അങ്ങനെ പട്ടിണി കിടന്നാൽ മാത്രമേ മിലിറ്റൻസ് പറയുന്നത് ഇവർ കേൾക്കുള്ളൂ. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി മിലിറ്റൻസിന് തെറ്റിപ്പോയി. ഈ അറ്റാക്കിൽ എന്ത് പറ്റി? കാശ്മീരീസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവരെ ഫുൾ കണ്ടം ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അവർ ഫുൾ ഗവൺമെൻറ്, ഇന്ത്യയുടെ ഫ്ലാഗും പിടിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്ന ആദ്യമായിട്ടാണ്. അതെ, അത് നമ്മൾ കണ്ടു. മെഴുകുതിരിയുമായി നടന്നു നീങ്ങുന്ന കശ്മീർ ജനത മാത്രമല്ല, അവിടെ ഈ പരിക്കേറ്റവരെയും വെടിയേറ്റവരുടെ ബന്ധുക്കളെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച ഒരുപാട് കശ്മീരികളുടെ കഥ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതവിടെ ഒരു മാറ്റമായി തന്നെ പറയുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു 4-5 വർഷമായൊരു സമാധാനത്തിലുള്ള ജീവിതമായിരുന്നു, അത് തകർക്കാനാണ് ഇവർ വരുന്നത് എന്ന് പറയുകയും പാകിസ്ഥാനെതിരായ മുദ്രാവാക്യമൊക്കെ കാണുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഒരു ഇൻ്റലിജൻസ് വീഴ്ച ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഈ അസീം മുനീർ സൈനിക മേധാവി നേരത്തെ ISI മേധാവിയുമായിരുന്നു. ഇയാൾ കൃത്യമായും തീവ്ര നിലപാടുള്ള ഒരു സൈനിക മേധാവിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീരെന്നും കശ്മീർ പാകിസ്ഥാൻ്റെ കഴുത്തിലെ ഞരമ്പാണ് എന്നൊക്കെയുള്ള വൈകാരിക പ്രസംഗങ്ങൾ നടത്തിയിട്ട് അധികമായിട്ടില്ല. അത് കൃത്യമായും ഈ ഭീകരർക്കുള്ള നിർദ്ദേശമായിരുന്നു എന്നിപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്നു, ഇപ്പോൾ നമ്മൾ അറിയുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസിന് അറിയാമല്ലോ. അപ്പോൾ ഒരു അമിത ആത്മവിശ്വാസം അവിടെ പ്രവർത്തിച്ചിരുന്നോ? എന്താണ് സംഭവിച്ചത്? ഇത് ഇത്രയും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഫോഴ്സസിനെ നമ്മൾ എങ്ങനെയാണ് ഒരു മിലിറ്റൻ്റ് ഇൻഫെസ്റ്റഡ് ഏരിയ ആയിട്ടുള്ള, അതിപ്പോൾ ആസാമിലാണെങ്കിലും ശരി, നാഗാലാൻഡിലാണെങ്കിലും ശരി, എപ്പോൾ പട്ടാളത്തിനെ വിഡ്രോ ചെയ്തിട്ടുണ്ടോ ഈ സമയത്തെല്ലാം ജനങ്ങളെ നോർമൽസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഫോഴ്സസിനെ ഡിറ്ററൻസ് ഇല്ലാതെ ഹൈഡിങ് പ്ലേസിലോട്ട് മാറ്റും. ഇവർ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സാധാരണ ജീവിതമാണെന്നുള്ളൊരു ഫീല് കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ കാശ്മീരിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ സെക്യൂരിറ്റി ഫോഴ്സസിനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്തുണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ ഫുള്ളായിട്ട് വീഴ്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഴ്ചയാണെന്നുള്ള പറയാനും പറ്റില്ല. ഇത് ഇതിൻ്റെ പാർട്ട് ഓഫ് ദിസ് തിങ്. പിന്നെ രണ്ടാമത്തെ, ഇപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ അവിടുത്തെ ആർമി ചീഫ് എന്ന് പറയുന്നത്, സ്മൃതി വളരെ സോഫ്റ്റായിട്ടാണ് അയാളെക്കുറിച്ച് സംസാരിച്ചത്. ഹീസ് എ ഭീകരവാദിയാണ് ബേസിക്കലി. ബിക്കോസ് ഇത് ഒരു മുഷറഫിൻ്റെ വേറൊരു അനിയനാണത്. പണ്ട് മുഷറഫ് എന്താണ് ചെയ്തത്? തനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അധികാരം അവരെ ടോപ്പിൾ ചെയ്തുകൊണ്ട് മിലിറ്ററി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മുഷറഫ് ചെയ്തെന്നാണ് ഒരു കാർഗിൽ യുദ്ധം ഉണ്ടാക്കി. അത് മുജാഹിദീനാണെന്നും പറഞ്ഞ് അവരുടെ പട്ടാളക്കാരെ തന്നെ 3000 ആളുകളെ കയറ്റിയിരുത്തിക്കൊണ്ട് ഇന്ത്യൻ പെറ്റിക്കേറ്റുകൾ പിടിച്ചെടുത്തു. ഇത് അതുപോലൊരു സിറ്റുവേഷനാണ് ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഇവന് എങ്ങനെയായാലും അധികാരം പിടിച്ചെടുക്കണം. വൈ? ബിക്കോസ് ഹീ ഈസ് വെരി ഗ്രീഡി പേഴ്സൺ ആൻഡ് എ വെരി ഡേഞ്ചറസ്.
ISIയിൽ വർക്ക് ചെയ്തിട്ടാണ്. ISI എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്റൻറ്റ് മെൻറ്റാലിറ്റിയാണ് അവന്മാർക്ക്. കാരണം അവർ വർക്ക് ചെയ്യുന്ന മുഴുവൻ ഇതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ബിൻ ലാദനെ പോലുള്ള ആളുകൾ ഫണ്ട് ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ് ഈ ISI. നമുക്കിവിടെ റോയും അല്ലെങ്കിൽ മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വി ആർ ഡൂയിങ് ദ ജോബ് പ്രോപ്പർലി. പക്ഷേ ISI വാസ് ഡൂയിങ് ഓൾവേസ്, ഏത് സമയത്തും അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് ഒറ്റുകൊടുത്തിട്ടുള്ള പാർട്ടീസാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടത് അതിലുണ്ടായിരുന്ന മിലിറ്ററി ഓഫീസേഴ്സ്, മുഷഫ് ഓൾസോ വാസ് ഇൻ ISI. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അസീം വന്നിരിക്കുന്ന ആളും ISIയിലിരുന്നത്. അപ്പോൾ അവർക്ക് നല്ല ലിങ്കുണ്ട്. ഈ ISIക്കാരുടെ അടുത്ത് ഈ ലിങ്ക് വെച്ചിട്ടാണ് അയാളുടെ പവറും വെച്ചുകൊണ്ട് അവരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓപ്പറേഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ സ്ലീപ്പിംഗ് സെല്ലുകൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെ അവർക്കത് കറക്റ്റായിട്ട് കിട്ടലും, അതുപോലെ തന്നെ അവരുടെ അണ്ടർ കവർ ഏജൻസീസ് ആയിട്ടുള്ള സിവിലിയൻസിനെ പോലെ നടക്കുന്ന അവിടെയുള്ള ആളുകൾ അവർ കൃത്യസമയത്തുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പെൽഗാമിൽ ഓക്കെ ഇപ്പോൾ ഇന്നതാണ് ഇന്ന ഏരിയ. ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം എന്ന് പറയില്ലേ, ഇത് ആക്ച്വലി പറഞ്ഞാൽ 7 കിലോമീറ്ററോളം 5-6 കിലോമീറ്ററോളം നടന്നു പോകണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. അപ്പോൾ വണ്ടികളൊന്നും അധികം പോവില്ല. ആ സ്ഥലത്താണ് ഇവർ കയറിയിട്ട് സ്ട്രൈക്കിംഗ് പോയിൻ്റ് അവിടെ വെച്ചിരിക്കുന്നത്. കാരണം എന്താണ്? സെക്യൂരിറ്റി ഫോഴ്സസ് അറിഞ്ഞു കഴിഞ്ഞാലും അവിടെ എത്താൻ ചുരുങ്ങിയത് 1 hour to 2 hours എടുക്കും. അപ്പോൾ ആ സമയത്തിൻ്റെ ഗ്യാപ്പിൽ ഇവന്മാർക്ക് എസ്കേപ്പ് ചെയ്യാൻ പിറകിലുള്ള കാട്ടിൽ കൂടെ എസ്കേപ്പ് ചെയ്തിട്ട് പോകാനുള്ള സമയം കിട്ടും. ഈ 2 hours അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിറകിലുള്ള വേറെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് കഴിഞ്ഞാൽ ഈ ഒരു അവേഴ്സ് പോരാ. കാരണം അവരുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു? ഈ പാകിസ്ഥാൻ ആർമി ചീഫ് എന്ന് പറയുന്ന ആൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇന്ത്യനെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിനെ തകർക്കുക, അതേപോലെ തന്നെ എനിക്ക് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ISIയും ഞാനും കൂടെ ചേർന്നിട്ട് കാശ്മീരിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ള ആഗ്രഹം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പഴയ സാഹചര്യമില്ല. കാരണം നേരത്തെ സഹായം കിട്ടിയിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു രാജ്യവും, അമേരിക്ക ആയാലും ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രീതിയിൽ ആദ്യം പ്രതികരിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാനെ ഇപ്പോൾ അത്ര അവിഭാജ്യ ഘടകമായി കാണുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നായാലും ചൈനയിൽ നിന്നായാലും റഷ്യയിൽ നിന്നായാലും ഒന്നുമുള്ള സഹായമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇറാനുമായിട്ട് പാകിസ്ഥാൻ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സഹായങ്ങളൊന്നും അന്താരാഷ്ട്ര തലത്തിൽ കിട്ടാത്തൊരു സാഹചര്യത്തിൽ അവിടെ യഥാർത്ഥത്തിലൊരു ദുർബലമായ ഭരണം കൂടിയാണ്. അവിടെ ദുർബലമായ ഭരണം, അവിടെ ജീവിക്കാൻ തന്നെ അവിടെയുള്ള നാട്ടുകാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ ആ ഭീകരർ നമ്മുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും ആകാത്ത രീതിയിലുള്ള തിരിച്ചടി, മറുപടി അതുണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എപ്പോൾ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം നയതന്ത്ര തലത്തിലുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. വീസ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. പക്ഷേ അവർ തിരിച്ചതാ ഞങ്ങളിതാ ഷിംല കരാർ, ഞങ്ങൾ വ്യോമപാത ഇതാ അടയ്ക്കുന്നു എന്നുള്ള മറുപടിയാണ് ഇപ്പുറത്ത് നൽകുന്നത്. ഇത് മതിയോ? ഇതിലും കടുത്ത മറുപടി നമ്മൾ എന്ന് കൊടുക്കും? അതിലെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇതുവരെയുള്ള ചരിത്രമനുസരിച്ച് അതിശക്തമായ തിരിച്ചടി ഓരോ സന്ദർഭങ്ങളിലും കൊടുത്തതാണ് ഭാരതം. പ്രത്യേകിച്ച് 2014 ശേഷമുള്ള മോദി ഗവൺമെൻറ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബീഹാറിലെ സ്പീച്ചിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദോസ് ഹൂ ക്യാരിഡ് ഔട്ട് ദ അറ്റാക്ക് ആൻഡ് ദോസ് ബിഹൈൻഡ് ദ കോൺസ്പിറസി വിൽ ബി ഗിവൺ എ പണിഷ്മെൻറ്റ് ബിയോണ്ട് ദെയർ ഇമാജിനേഷൻ. ഇതിനപ്പുറത്തൊരു പ്രധാനമന്ത്രി പറയേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, 1960 ശേഷം പാകിസ്ഥാൻ പലതരത്തിൽ നമ്മളെ ഉപദ്രവിച്ചു. എത്രയോ പ്രാവശ്യം നിരപരാധികളായ കാശ്മീർ ജനതയെ, നിരപരാധികളായ ടൂറിസ്റ്റുകളെ, നിരപരാധികളായ അമർനാഥ് യാത്രക്കാരെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചു. പക്ഷെ അപ്പോഴൊന്നും നാം സിന്ധു നദിയുടെ ജലം തടയാനോ മരവിപ്പിക്കാനോ, ആ കരാർ, ആ ട്രീറ്റി മരവിപ്പിക്കാൻ നമ്മൾ തയ്യാറായില്ല. ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട 5 നദികൾ ഒഴുകിച്ചേരുന്ന ഇൻഡസ് വാലി ആ ട്രീറ്റി മരവിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിധിവരെ ഏറ്റവും വലിയ, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പട്ടിണി കിടക്കാൻ പോവുകയാണ്, അവർ ചാവാൻ പോവുകയാണ്. അതാണ് ഏറ്റവും നയതന്ത്ര മേഖലയിലെ അതിശക്തമായ ഒരു തുള്ളി രക്തം പോലും തൽക്കാലം വീഴ്ത്താതെ പാകിസ്ഥാൻ ജനതയെ കൊണ്ട് തന്നെ
പാകിസ്ഥാൻ ഭരണാധികാരികൾക്കെതിരെ അതിശക്തമായ വിപ്ലവം അവിടെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് അവരതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, അവരതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ജലയുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ നിയമപരമായിട്ടല്ല ഈ ട്രീറ്റിയിൽ നിന്നും പിൻവാങ്ങുന്നത്. ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിന് പിൻവാങ്ങുന്നതിന് ചില രീതികളുണ്ട്. അങ്ങനെയല്ലാതെ നിങ്ങൾ പിൻവാങ്ങുന്നു. നിങ്ങൾ നിയമപരമായി ഞങ്ങൾ അതിനെ നേരിടുമെന്ന് പറയുന്നു. ഇതിൽ ആഗോളതലത്തിൽ തന്നെ എടുത്തിരിക്കുന്ന ഒരു കരാറാണല്ലോ. ഇതിൽ വേൾഡ് ബാങ്കിന്റെ മാധ്യസ്ഥമുണ്ട്. അപ്പോൾ വേൾഡ് ബാങ്കിനെ ഇടപെടിച്ചുകൊണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിക്കുമെന്നൊക്കെയാണ് പാകിസ്ഥാന്റെ മറുപടി. അതിൽ ഇന്ത്യയോട് ചോദിക്കുന്നത്, പാകിസ്ഥാൻ ചോദിക്കുന്നത്, നിങ്ങൾ തെളിവ് തരൂ, ഞങ്ങളാണ് ചെയ്തതെന്ന് തെളിവ് തരൂ എന്നുള്ളതാണ്. ആ ചോദ്യം നമ്മൾക്ക് പുച്ഛമായി തോന്നാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ തെളിവുണ്ട്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലാണ് ആ ചോദ്യം എടുത്തിടുന്നത്. നമ്മൾക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ആ തെളിവ് കാണിക്കേണ്ടി വരില്ലേ സ്വാഭാവികമായിട്ടും? പണ്ടൊക്കെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാൻ പറയുന്നത് പലതും വിലപ്പോയിരുന്നു. പണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ ഇന്ത്യ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പാകിസ്ഥാനിലേക്കാണ് പോവുക. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ്റെ പ്രമേയങ്ങളും പാകിസ്ഥാൻ്റെ ചർച്ചയും വന്നിരുന്നു. പക്ഷേ ഇന്ന് ലോകം പാകിസ്ഥാനെതിരാണ്. ഇന്ന് ലോകം ഇന്ത്യയോടൊപ്പമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ലോക രാജ്യ നേതാക്കന്മാരുമായി ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദം ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന തരത്തിൽ, വിദേശത്ത് പോയിട്ടുള്ള ഭാരതീയനും സ്വദേശത്തുള്ള ഭാരതീയനും അഭിമാനിക്കത്തക്ക തരത്തിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം കടന്നു കയറുന്നത് കൊണ്ടാണ്, മുന്നേറുന്നത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് സാമ്പത്തികമായി തകരുന്ന പാകിസ്ഥാൻ ഒരു കിലോ ഗോതമ്പിന് വേണ്ടിയിട്ട് ലോറിയുടെ പിന്നാലെ പരക്കം പായുന്ന ജനങ്ങൾ, സർവ്വമേഖലയിലും തകരുന്ന ഒരു പാകിസ്ഥാൻ, സാമ്പത്തികമായി വല്ലാതെ തകർന്ന പാകിസ്ഥാൻ, താലിബാൻ പോലും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാൻ. എന്തുമാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ട്രെയിൻ പോലും കട്ടുകൊണ്ട് പോവുകയാണ് നാട്ടിലെ ജനങ്ങൾ. ആ രീതിയിൽ അരാജകത്വത്തിൻ്റെ പിടിയിലാണ്. ഈ അരാജകത്വത്തിൻ്റെ പിടിയിലുള്ള പാകിസ്ഥാൻ അവിടെ സർവ്വസൈനാധിപനായി വന്നിട്ടുള്ള സായിദ് അസീം മുനീർ എന്ന് പറഞ്ഞ വൃത്തികെട്ട മനുഷ്യൻ, ആ നരഭോജി, അയാളുടെ പ്രഖ്യാപനമാണ് കാശ്മീർ ഞങ്ങളുടെ സിരകളിലെ രക്തത്തിൻ്റെ ഭാഗമാണ്. കാശ്മീരില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെ കൃത്യമാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്ന സൈനിക ശക്തിയെ എല്ലാ കാലത്തും അധികാരത്തിൽ കൊണ്ടുവരുന്ന പാകിസ്ഥാനിലെ അടുത്ത അധികാര ശക്തിയായി വരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ, ഭാരതത്തിൻ്റെ, എൻ്റെയും നിങ്ങളുടെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സർക്കാർ നമ്മൾ ഒന്നിച്ചു നിന്ന് എടുത്ത തീരുമാനം നയതന്ത്ര യുദ്ധമാണ്. അതാദ്യത്തെ യുദ്ധമാണ്. ആ നയതന്ത്ര യുദ്ധത്തിൽ നിങ്ങൾ നേരത്തെ ചോദിച്ചു, ഈ ട്രീറ്റിയിൽ വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയൊന്നുമില്ല. ട്രീറ്റിയെപ്പറ്റി വളരെ കൃത്യമായിട്ട് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട കമ്മീഷണർ, അദ്ദേഹത്തിൻ്റെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രീറ്റി റദ്ദ് ചെയ്യാനോ ഈ ട്രീറ്റി മരവിപ്പിക്കാനോ ഒരു പ്രശ്നവുമില്ല. അതിനകത്ത് ട്രീറ്റി റദ്ദ് ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചപ്പാടൊന്നും അതിനകത്തില്ല. അപ്പം അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൻഡസ് വാട്ടേഴ്സ് എക്സ് കമ്മീഷണറായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ പാകിസ്ഥാൻ ഉചിതമായ മറുപടി, അതിശക്തമായ മറുപടി, നമ്മൾ മേടിച്ചു വച്ചിരിക്കുന്ന റഫേലൊക്കെ ഉണ്ടല്ലോ, അത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കാനുള്ളതല്ല. ശരിയൊരു താങ്കളൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിനേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം കെ ഭദ്രകുമാർ, മുൻ ഇന്ത്യൻ സ്ഥാനപതി. ശ്രീ ഭദ്രകുമാർ, നയതന്ത്ര തലത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന കടുത്ത തീരുമാനങ്ങൾ, നമ്മൾ എടുത്തിരിക്കുന്ന കടുത്ത തീരുമാനങ്ങൾ, അത് മതിയായ തീരുമാനങ്ങളാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ട്രാക്ക് 1, 2, 3 എന്ന രൂപത്തിൽ പല തലത്തിലാണ് തീരുമാനങ്ങൾ വരിക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ തീരുമാനങ്ങളിൽ ആദ്യത്തേതായി വന്നിരിക്കുന്ന തീരുമാനമായിട്ടാണോ ഈ പറയുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു എന്നുള്ള വലിയ തീരുമാനം വരുന്നത്? നമ്മൾ എല്ലാ ഘട്ടത്തിലും എത്രമാത്രം ഏറ്റുമുട്ടൽ ഉണ്ടായാലും അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കേണ്ടതില്ല എന്നൊരു ഔദാര്യം നമ്മൾ കാണിച്ചിരുന്നു.
ഇത്തവണ അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോഴോ അവിടുത്തെ ജനങ്ങൾ തന്നെ പാക് സർക്കാരിനെതിരെ പാക് ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിലേക്ക് നമ്മൾ അവരെ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആക്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശരിയായ തീരുമാനം എന്ന നിലയ്ക്കാണോ താങ്കൾ വിലയിരുത്തുന്നത്, അതോ ഇത് പോരാ എന്നാണോ? എന്റെ അഭിപ്രായത്തിൽ ഇത് ഈ ഘട്ടത്തിൽ ഒരു ഇറഡ്യൂസിബിൾ മിനിമം എന്ന് പറയാം. ഇതെങ്കിലും ചെയ്യണമായിരുന്നു നയതന്ത്ര തലത്തിൽ. ഇതിൽ നിന്നും മുന്നോട്ട് പോയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അത് ഇനി ആ ചുവടുവയ്പ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഈ സിന്ധു നദിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അത് ഇന്റർനാഷണൽ ലോയിലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണെങ്കിലും അതൊരു മീഡിയം ടേം ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ഒരു മൂവാണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പാകിസ്ഥാനിനെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനിൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് അത്തരത്തിലുള്ളതായിരിക്കും. നമ്മൾക്ക് ഇവിടെ തന്നെ ആണെങ്കിലും ഇപ്പോഴെന്താണ് സ്ഥിതിവിശേഷം? ഇപ്പോൾ നമ്മൾക്ക് അവകാശപ്പെടുന്ന ക്വാണ്ടിറ്റി വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ അതിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ തയ്യാറെടുക്കണം. അപ്പോൾ ഇന്റർനാഷണൽ ലോയിന്റെ പേരിൽ അത് ചെയ്യാമെങ്കിലും അതൊരു ഇമ്മീഡിയറ്റ് ടേംസിൽ ഒരു സിംബോളിക് ആക്ടാണ്. മീഡിയം ടേമിലും ലോങ് ടേമിലും എടുക്കുന്ന സമയം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം ഈ നടന്ന കാര്യങ്ങൾ കാരണം ഇനി ഒരിക്കലും ബന്ധം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിലല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രസക്തി മീഡിയം ടേമിലും ലോങ് ടേമിലും ഏത് രീതിയിൽ വരും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതില് കൂടുതൽ അതിൽ കട്ടിങ് എഡ്ജ് ഉള്ളത് സിംബോളിക് ആയിട്ടും കണ്ടന്റ് ആയിട്ടും ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡിഫൻസ് അറ്റാഷേഴ്സിനെ ഇവിടുന്ന് എക്സ്പെൽ ചെയ്തതാണ്. എക്സ്പെൽ ചെയ്തു. അത് മാത്രമല്ല അവിടുത്തെ എംബസിയിലെ ഇവിടെ ചാണക്യപുരിയിലെ എംബസിയിലെ അതിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്കെതിരായിട്ടുള്ള കോവർട്ട് ഓപ്പറേഷന് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. പണ്ട് കാലത്തും നമ്മൾക്കറിയാം, നമ്മളുടെ കൗണ്ടർ ഇന്റലിജൻസിന് നല്ലവണ്ണം അറിയാം, ഈ ഡിഫൻസ് അറ്റാഷേഴ്സ് ഇവിടെ വരുന്നവര് വളരെ നല്ല ഇന്റലിജൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരുടെ പ്രവൃത്തി ശൈലിയും അവരുടെ അജണ്ടയും എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പണ്ട് കാലങ്ങളിലും ഈ ഇത്തരത്തിലുള്ള എക്സ്പൾഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ എടുത്തിരിക്കുന്ന എക്സ്പൾഷൻസ് 3 സർവീസ് അറ്റാഷേഴ്സിനെയും ഒന്നിച്ച് ഇവിടുന്ന് എക്സ്പെൽ ചെയ്തു. അവരുടെ ബാക്കപ്പ് ആയിട്ടുള്ള അവരുടെ ജൂനിയേഴ്സിനെയും ആ കംപ്ലീറ്റ് ഡിഫൻസ് സർവീസസിന്റെ വിങ്ങിനെയും അബോളിഷ് ചെയ്യുകയാണ്. അത് പാകിസ്ഥാനെ കണക്കുള്ള ഒരു രാജ്യത്തിന് അതൊരു വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കുന്നതിന് ഒരു തരത്തിലൊരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ നമ്മളുടെ നയതന്ത്ര പ്രതിനിധികളെയും നമ്മളുടെ എംബസികളെയും അവര് ഹാരസ് ചെയ്യുന്നതും ഐസൊലേറ്റ് ചെയ്യുന്നതും ആ രീതിയിൽ നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ സോഷ്യൽ ഒക്കേഷൻസിന്റെ മറവിൽ ഈ ഇവിടുത്തെ കോവർട്ട് ഓപ്പറേഷൻസ് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അവർ വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഡിഫൻസ് വിങ്ങിൽ വരുന്നവര്. അപ്പോൾ ആ രീതിയിൽ ഇത് റാവൽപിണ്ടിയിലുള്ളവർക്ക് നല്ലവണ്ണം മനസ്സിലാകും. നമ്മൾ അത്ര വളരെ രൂക്ഷമായിട്ട്, എന്ന് വെച്ചാൽ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ എംബസികളിലും ഒരു ഡിപ്ലോമാറ്റിക് കർട്ടസീസും പ്രോട്ടോകോളും അനുസരിച്ച് എടുക്കുമ്പോൾ ഈ ഡിഫൻസ് വിങ്ങിലെ ഡിഫൻസ് അറ്റാഷേഴ്സിന് അവരുടെ ബ്യൂറോക്രസിയിലുള്ള റാങ്ക് അല്ല അവർക്ക് ആസ്ക്രൈബ് ചെയ്യുന്നത്. അവർക്ക് ഒരു വളരെ വലിയ ഒരു മുൻഗണന കൊടുക്കും. അതാണ് നാഷണൽ ഡേ പോലെ തന്നെ ഡിഫൻസ് മിലിറ്ററി വിങ്ങിന്റെ ഡേയും മിക്കവാറും എല്ലാ എംബസികളും ഒബ്സർവ് ചെയ്യുന്നത് തന്നെ അത് പാലിച്ചാണ്. മറ്റുള്ള ഒരു വിങ്ങിനും അങ്ങനത്തെ ഒരു മേൽക്കോയ്മ കൊടുക്കാറില്ല. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം എടുക്കേണ്ടത്, ഈ
ഈ കാലങ്ങളിൽ പാകിസ്ഥാനിലെ മിലിറ്ററിക്കകത്തും ഡിസെൻഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കാലാകാലങ്ങളിൽ വരാറുണ്ടായിരുന്നു. അതായത് ഈ വ്യക്തിയുടെ, ജനറൽ മുനീറിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വളരെ അതൃപ്തിയുണ്ട്. ആർബിട്രറി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല, കക്ഷി സ്വന്തം താല്പര്യത്തിനെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയ സംവിധാനം അവിടെ ഉള്ളത് വളരെ വീക്കാണ്. അതെ അതെ എനിക്ക് അതിലേക്ക് താങ്കളോട് നിന്ന് കുറച്ചുകൂടി വിശദമായ മറുപടി കിട്ടേണ്ടതുണ്ട്. കാരണം നേരത്തെ കിട്ടിയിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങളൊന്നും തന്നെ ഇപ്പോൾ പാകിസ്ഥാന് കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ചൈന ആയാലും അമേരിക്ക ആയാലും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നായാലും സഹായങ്ങളില്ലാത്തൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. പൂർണ്ണമായും ദരിദ്രമായ അവസ്ഥയിലാണ്. നല്ല സർക്കാരല്ല, ദുർബലമായ സർക്കാരാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ സൈനിക മേധാവി ഭരിക്കുന്നു, റാവൽപിണ്ടിയാണ് ഭരിക്കുന്നത്, ഇസ്ലാമാബാദ് അല്ല എന്നുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് കൊണ്ട് എന്താണ് പാകിസ്ഥാന് നേട്ടമെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ശ്രീകുമാർ, ഇപ്പോൾ സർവകക്ഷി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഖാർഗെ പറഞ്ഞതാണ്, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നും. പക്ഷേ അതേസമയം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു പരിശോധന കൂടി വേണമല്ലോ. അപ്പോൾ ഈ ഇന്റലിജൻസ് പരാജയം സംഭവിച്ചിരിക്കുന്നു, സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു, അതിൽ സമഗ്ര പരിശോധന വേണം എന്നുകൂടി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതിൽ എത്രത്തോളം പ്രതിപക്ഷത്തിന് ഊന്നാൻ സാധിക്കുന്നുണ്ട്? നോക്കൂ സ്മൃതി, രാജ്യത്ത് ഒരു ഭീകര സംഘം അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം അവരുടെ ധർമ്മം നിർവഹിക്കുന്നത് ഗവൺമെൻറ്റിനൊപ്പം നിന്നുകൊണ്ടാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും പ്രതിപക്ഷവും കോൺഗ്രസ്സൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കും. ഒപ്പം തന്നെ അവർ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയും. കാരണം ഭരണകക്ഷികൾക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പ്രതിപക്ഷ നേതാക്കളാണ് സാധാരണ ഉന്നയിക്കുക. അതുകൊണ്ടാണ് ഈ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറയുന്നത്. കാരണം ഇത് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി ജനങ്ങളെ രണ്ടിൽ തട്ടിലാക്കേണ്ട ഒരു ഘട്ടമല്ലിത്. ഈ ചർച്ച തന്നെ ഈ കാണുന്ന ജനങ്ങൾക്കൊക്കെ മനസ്സിൽ വികാരമുണ്ടാകുന്നത് ഒരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ദേശത്തിൻ്റെ ബോധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തെ ഭരണാധികാരികൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നിന്ന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാവിനേറ്റ മുറിവെന്ന്. ആത്മാവിന് മുറിവേൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും ആരും പ്രകടിപ്പിക്കാറില്ല. പക്ഷേ കോൺഗ്രസ് വർഷങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചൊരു കക്ഷിയാണ്. ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പാകിസ്ഥാനെയും അതുപോലെ തന്നെ ചൈനയുമൊക്കെ നേരിടുകയും ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണമായതൊക്കെ ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ യുദ്ധമെല്ലാം ഇന്ത്യ ജയിച്ചു പോന്നു. അത് മുൻ ഭരണാധികാരികളുടെ കാലത്തൊക്കെ ജയിച്ചു പോകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കരാറുകൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിപ്പിടിപ്പിച്ച വിദേശ നയമാണ്. ആ വിദേശ നയത്തിൻ്റെ അടിത്തറ വളരെ ഭദ്രമാണ്. അതുകൊണ്ടാണ് ഏത് ഗവൺമെൻറ് വന്നാലും അത് വലിയ മാറ്റം വരുത്താത്തത്. ഈ ഗവൺമെൻറ്റിലെ അവരുടേതായ ചില നയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ വിദേശ നയം മൊറാർജി ദേശായി ഗവൺമെൻറ് വന്നപ്പോൾ പോലും അന്ന് വിദേശകാര്യമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി അത് ഉൾക്കൊണ്ടിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിമർശിക്കുകയല്ല ചെയ്യുന്നത്, കോൺഗ്രസ് അഭിപ്രായപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? ഇവിടെ ശ്രീ മേജർ രവി പറഞ്ഞല്ലോ, ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടോ, സുരക്ഷാ വീഴ്ചയുണ്ടോ എന്നൊക്കെ സംശയം വരും ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ തീർക്കേണ്ട ഒരു കടമ ഗവൺമെൻറ്റിനുണ്ട്. അത് ഗവൺമെൻറ്റിനോട് കോൺഗ്രസ് നേരിട്ട് പറയാൻ കാരണം അവരാണ് മുഖ്യ പ്രതിപക്ഷം എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇന്ത്യ ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് നിഗമനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അതിൽ വിദഗ്ധരുണ്ട്. ആ വിദഗ്ധരുടെ അഭിപ്രായം ഗവൺമെൻറ്റിന് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി AK ആൻ്റണി, അദ്ദേഹം 10 വർഷം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരുന്നു. അദ്ദേഹം ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് സാധാരണ ഒരു ഭീകരാക്രമണമായിട്ട് കാണാൻ പറ്റില്ല, ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ കൈകളുണ്ടോ എന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞ ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്ക് പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഭരണപക്ഷത്തിലെ ആരും അങ്ങനെ പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം അത് പറയുമ്പോൾ അത് കേൾക്കാൻ സാധാരണഗതിയിൽ ഏത് ഗവൺമെൻറ്റിനും സന്നദ്ധമാകും. കാരണം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ മറുപടിച്ചുകൊണ്ട് നമ്മൾ ആഭ്യന്തരമായിട്ട് കക്ഷി നേതാക്കൾ പക്ഷം പിടിച്ച് പ്രസംഗിക്കേണ്ട ഒരു കാലമല്ലിത്.
ആരാണോ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും പരിപൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ധർമ്മം. ആ ധർമ്മത്തിനൊപ്പം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോൾ കശ്മീരിലെ താഴ്വരയിൽ ശാന്തി വന്നു, സമാധാനം വന്നു. അവിടെ 2.5 കോടിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ടൂറിസ്റ്റുകളുടെ വരവുണ്ടായി. ഇത്തവണ ഒരു 3.5 കോടി എങ്ങാണ്ടാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ കാശ്മീരിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്ന വലിയ ഘടകമാണത്. അപ്പോൾ അങ്ങനെ സമാധാനമൊക്കെ പുലർന്നു വരുന്നൊരു ഘട്ടത്തിൽ ഒരു തൊട്ടടുത്തുള്ള പാകിസ്ഥാനെ പോലെ ഒരു ദുർബലമായ രാഷ്ട്രം, അവർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഭീരുക്കളാണല്ലോ സാധാരണ രീതിയിൽ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഭീരുക്കളായതുകൊണ്ടാകാം അവർ ഈ മാർഗം തിരഞ്ഞെടുത്തത്. പക്ഷേ ആ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നു. ഇപ്പം നയതന്ത്രപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലെത്രത്തോളം ഭാവിയിൽ അത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളതൊക്കെ ചർച്ച വരും. അത് സ്വാഭാവികമാണ്. കാരണം അന്താരാഷ്ട്ര നിയമവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കരാറുകളെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായങ്ങളുണ്ടാകും. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളുകൊണ്ട് തന്നെയാണല്ലോ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നമുക്കുണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി അതിൽ കൂടിയാണ് നന്ദി പറഞ്ഞത് ആ പ്രസംഗത്തിൽ. അതെ, ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലെ, ഞാൻ കേട്ടത് അങ്ങനെയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്കും നേതാക്കൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഞാൻ ആ പ്രസംഗത്തിൽ കേട്ട പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അസ്വസ്ഥത ഉണ്ടാക്കാൻ പുറമേ നിന്നുള്ള ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് വേറെ ഭരണ പ്രതിപക്ഷം എന്നുള്ളത് മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമീപനം, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരമാണ്. കാലങ്ങളായിട്ടുള്ള മുതലുള്ള അത് മാതൃകാ സമീപനമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും മാതൃകാ സമീപനമാണ്. കാരണം 1947 മുതൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ജനാധിപത്യപരമായി ശക്തമാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം ശക്തമാണ്, ഇന്ത്യയിലെ മതനിരപേക്ഷത ശക്തമാണ്. അതുമാത്രമല്ല സാമ്പത്തികമായും സാമൂഹികമായൊക്കെ ഇന്ത്യ വളരെ മുന്നിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയെ എതിരിടാൻ പാകിസ്ഥാൻ ഭയക്കുന്നത്. അപ്പം അവർക്കെതിരെ ചില നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്കൊരു ശരാശരി മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അവർ ദുർബലരാകും. കാരണം അവരുടെ ജനങ്ങളോട് അവർക്ക് മറുപടി പറയേണ്ട ബാധ്യത വരും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രം ദുർബലമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ആ രാഷ്ട്രത്തിന് ഏൽക്കുന്ന കനത്ത ആഘാതമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന തരത്തിലുള്ള പരിപാടികൾ ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊള്ളും. പക്ഷേ അപ്പോഴും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇങ്ങനെ സംഭവിച്ചത്, അതും കൂടുതൽ പേരെത്തുന്ന, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രക്ഷാ സൈന്യർക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്ത ട്രെക്കിംഗ് നടക്കുന്ന സ്ഥലത്ത് ഒരു സമയമൊക്കെ നിശ്ചയിച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത് അതിൽ ഇൻ്റലിജൻസിൻ്റെ പരാജയം ഉണ്ടായിരുന്നോ, സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ, ഇതൊക്കെ പരിശോധിക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ പ്രതിപക്ഷം അത് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനമല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ സാധാരണഗതിയിലെ ഭരണാധിപന്മാർ ഉൾക്കൊള്ളും. കാരണം ഇതൊരു ദേശീയതയുടെ കാര്യമാണല്ലോ. തീർച്ചയായും ഇത് വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം, എല്ലാത്തിനും മേൽ കാര്യങ്ങൾ മൂടിവെക്കുകയല്ല വേണ്ടത്. ഇത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് പ്രതിപക്ഷം ധർമ്മമായി ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് അബു താഹിറിലേക്ക് പോകുന്നു. പഹൽഗാമിൽ നിന്നും ഈ ഒരു ആക്രമണത്തിന് തൊട്ട് മുൻപ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും. അബു താഹിർ ഇപ്പോൾ എവിടെ എത്തി? ശ്രീനഗറിൽ തന്നെ ഉള്ളത്. ഇപ്പോൾ പോരാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അവിടുന്ന് പോരാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടുന്നത്? കാരണം നേരത്തെ വലിയ ടിക്കറ്റ് നിരക്ക് എന്നടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ഇടപെട്ടിരിക്കുന്നു, വളരെ വേഗത്തിൽ തന്നെ ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരുപാട് പേരുണ്ട് അവിടെ നിന്നും മടങ്ങാൻ. എന്താണ് ഇപ്പോൾ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത്? ഇല്ല, ടിക്കറ്റുകൾ ഇന്നലെയും ഇന്നൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിൽ ഒരുപാട് ആൾക്കാർ പോവാൻ പറ്റാതെ നിന്നിട്ടുമുണ്ട്, പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് നാളെ കിട്ടും എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ, നാളെ മിക്കവാറും നമുക്ക് കിട്ടും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്? ശ്രീനഗറിൽ? ശ്രീനഗറിൽ തന്നെയാണ്. ഒരുപാട് പേരുണ്ടോ? ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകൾ ഇനിയും ഒരുപാട് ആളുകൾ പോകാനുണ്ടെന്നാണ് അറിയാൻ പറ്റിയുള്ളത്. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ നേരെ തിരിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ ആകെ പ്രയാസത്തിലും പ്രശ്നത്തിലൊക്കെ ആയി. പിന്നെ ഇവിടെ വന്ന ടൂറിസ്റ്റുകളും പ്രശ്നത്തിൽ, ഇവിടെയുള്ള ആളുകളും പ്രശ്നത്തിൽ. പിന്നെ ഈ ടൂറിസം ബേസ്ഡ് ആയിട്ടാണല്ലോ ഇപ്പോൾ നമ്മുടെ ഈ കാശ്മീരിലൊക്കെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിരുന്നത്. ഇപ്പോൾ
അതെല്ലാം തകിടം മറിഞ്ഞ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ കാശ്മീരികൾ തന്നെ ഒരു ആളുകളൊക്കെ ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇനി ഇവിടുത്തെ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്താവും എന്ന് പിന്നെ ഒരു ഭീതിയിലാണ് ഇപ്പോൾ അവരൊക്കെ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായതിൻ്റെ ശേഷം ഇവിടെ വന്ന എല്ലാ ടൂറിസ്റ്റുകളും അവരുടെ റിസർവേഷനും മറ്റുള്ള എല്ലാം ക്യാൻസൽ ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ലോക്കലായുള്ള ആളുകൾക്കൊക്കെ വിവരം കിട്ടിയിട്ടുള്ളത്. കാരണം ഇനി ആരും ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഈ പൽഗാമിലോട്ടോ അല്ലെങ്കിൽ ഈ കാശ്മീരിലോട്ടോ ഒന്നും ആരും ഇനിയൊരു ടൂറിസ്റ്റ് ആവശ്യത്തിന് ഇപ്പൊ അടുത്ത് വരാൻ സാധ്യതയില്ല എന്നാണ് അവരെ മനസ്സിലുള്ള ഒരു പേടി. ഒരു ഭയത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ അതെ. ഇപ്പൊ ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ ശ്രീനഗറിൽ ടൗണിൽ ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ ഒരുപാട് ജാഥകളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ അവര് പറയുന്നത് ഞങ്ങളെ ജീവിതം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വരുമാനങ്ങൾ ഇല്ലാതായി. കാരണം ഇവിടെ ഇവർ പറയും, ഞാനിവിടെ ആകെ 21-ാം തീയതി മുതലാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളതും. ഈ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആ സ്പോട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഇറങ്ങി വന്നു. അവിടെ മൊത്തത്തിൽ ഇപ്പൊ ഈ ആകെ 2-3 ദിവസം ഈ കാശ്മീരികളായിട്ടും ഇവിടുത്തെ ആളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇവരുടെ സ്നേഹവും ഇഷ്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലായതാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുന്നേ തന്നെ അവര് പറയുന്നത് ഇവിടെ സ്നോഫോൾ ഉണ്ടായി. അതായത് ഗുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്നോഫോൾ ഉണ്ടായ സമയത്തൊക്കെ അവിടെ ഞങ്ങൾ ആരും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല അവിടെ വന്ന എല്ലാ ടൂറിസ്റ്റുകളെയും അവർ സേഫാക്കി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തു കൊടുത്തു എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് അവരുടെ ജീവിതം, അവരുടെ വരുമാനം, അവരുടെ അന്നം എല്ലാം ഈ ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്. ഇപ്പോഴാണ് ആളുകളൊക്കെ, പണ്ട് കാശ്മീർ എന്ന് കേട്ടതിന്റെ പകരം ഇപ്പോഴാണ് നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയതും പിന്നെ ആളുകൾ ഇവിടെ ഇപ്പോൾ ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വർദ്ധിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ. എന്നെ സംബന്ധിച്ച് ആസ് എ ടൂറിസ്റ്റ് ഞാനിവിടെ വന്ന് ഒരു ടൂർ എൻ്റെ ഫാമിലിയും എൻ്റെ ഭാര്യയും മക്കളെയും കൂടെ വന്നതാണല്ലോ. എന്നെ സംബന്ധിച്ചും ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ ശേഷം ഉണ്ടാകുന്നത് വരെ വി ആർ ഓൾ ഹാപ്പി. അതെ, കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചുള്ള കേൾവിയും നമ്മൾ അത് ആസ്വദിക്കാൻ വന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടായിരുന്നൊക്കെ ഒരു അനുഭൂതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ വിഷയം ഉണ്ടായതിന്റെ ശേഷം ഞങ്ങൾ വരെ പുറത്തിറങ്ങാൻ പേടിച്ചുകൊണ്ടും, ഇനി പുറത്തിറങ്ങിയാലോ നമുക്ക് ഒരു 2, 3, 4 കിലോമീറ്റർ പോകണമെങ്കിൽ തന്നെ ഒരുപാട് ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ, അപ്പോൾ നമ്മൾ ആരും ഇപ്പൊ അടുത്ത ഈ ഒരു വിഷയം മാറി വരുന്നത് വരെ ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു ടൂറ് ആലോചിക്കൂലല്ലോ. അതാണ് ഒരു പ്രശ്നം. ഒരു നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കുമ്പോൾ ആ തരത്തിൽ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. മേജർ രവി, ഇപ്പോൾ താങ്കൾ കശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ്. ഞാൻ പറയുന്നത് കശ്മീർ ജനതയെ സംബന്ധിച്ച് ആളുകൾക്ക് ഈ കശ്മീർ ജനതയെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു സന്ദർഭം കൂടിയായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് വന്നിരിക്കുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ ജീവൻ പണയം വെച്ച് പോലും പ്രവർത്തിച്ചവരുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണുകയാണല്ലോ. സ്മൃതി, ഞാനിന്ന് ഉച്ചയ്ക്ക് ഇപ്പം ഇതിൽ ജീവഹാനി സംഭവിച്ചിട്ടുള്ള രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മകളുമായിട്ട് സംസാരിക്കേണ്ടത്. ആ സമയത്ത് ആരതി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഈ 2-3 ദിവസം കൊണ്ട് അവർ മനസ്സിലാക്കി കാശ്മീരീസ് എത്രത്തോളം ഫ്രണ്ട്ലി ആയിരിക്കുന്നു. കാരണം ഇത് നിങ്ങളൊന്നും കാണാത്തൊരു കാശ്മീരിനെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. 88-ൽ ഈ മിലിറ്റൻസി ഒക്കെ തുടങ്ങിയ സമയത്ത് കമാൻഡോസിൽ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള യൂണിഫോം ഇട്ടിരുന്നൊരു കമാൻഡോ ആയിട്ട് പോയിട്ട് അന്ന് ഒരു ഹോസ്റ്റൈൽ മെൻറ്റാലിറ്റി ആയിരുന്നു ആളുകൾ. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരെല്ലാം മനസ്സിനകത്ത് ഞങ്ങൾ പാകിസ്ഥാനിലോട്ട് പോവുകയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ജീവിച്ചിരുന്ന കാശ്മീരീസിനെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ പട്ടാളം വിട്ട് ഞാൻ കാർഗിലെല്ലാം സർവീസെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കുറേശ്ശെ ഒന്ന് മാറിയിട്ടുണ്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യത്തെ സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്തു. ഈ ഷോപ്പിയാനിലാണ് ഞാൻ പിക്കറ്റ് 43 ഷൂട്ട് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ പോയി 7 ദിവസം. ഇറ്റ് വാസ് ലൈക്ക് സച്ച് എ ഫാൻറ്റാസ്റ്റിക് ഫീലിംഗ്. കാരണം ആ ഡ്രൈവറൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളെ ഹോട്ടലിലാക്കിയിട്ട് രാത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു വരും എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ വ്യക്തിയെപ്പോലെയായിരുന്നു ഇവരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തികൾ അവർക്ക് മനസ്സിലായി അതിഥി ദേവോ ഭവ, ഈ അതിഥികളാണ് എൻ്റെ അന്നം എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കാശ്മീർ ജനതയ്ക്ക് ആണ് ഇപ്പോൾ ഒരു ജോൾട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ജോട്ടിലാണ് ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ, അബു പറഞ്ഞ പോലെ,
അവിടുത്തെ ആളുകൾ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം ജീവിതം പോയി. കാരണം 4-5 വർഷമായിട്ട് അവർ ശരിക്ക് ജീവിതം, ഇതാണ് എൻ്റെ ജീവിതം, ഇത്രയും വരുമാനം എനിക്കുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ടൂറിസം ഈസ് എ ബിഗ്ഗസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് കാശ്മീർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ 3.5 കോടികളെയാണ് ഇപ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ്, മോർ ദാൻ ദാറ്റ്. എൻ്റെ കണക്കിൽ അവിടെ ഒരു 4 കോടി എന്നുള്ള ലെവലിൽ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹോട്ടലുകാരും എല്ലാ ആളുകളും. ഇതിനെല്ലാം തകിടം മറിച്ചിരിക്കുകയാണ് ഈ ഒരു അറ്റാക്ക് കൊണ്ട്. നേരത്തെ പറഞ്ഞില്ല, പേടി, ഭയം. ആ ഭയമാണ് ഇനി നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇത് മാറ്റിയെടുക്കാൻ എങ്ങനെയായാലും സമയമെടുക്കും. പക്ഷേ നമുക്ക് മനുഷ്യർക്ക് ഈ മറവി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇത് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ മറക്കും. ഇപ്പം ലക്കിലി ഐ എം വെരി ഹാപ്പി ദാറ്റ് നമ്മുടെ മിസ്റ്റർ ശ്രീകുമാർ സംസാരിക്കുന്നത് കേട്ടപ്പം രാജ്യം ഒന്നാണെന്നുള്ളൊരു ഫീല് കിട്ടി. കാരണം ഒരു കോൺഗ്രസ് സഹയാത്രികൻ സംസാരിക്കുന്നത് കേട്ട സമയത്ത് ശരിയാണ്, അത് ഒപ്പോസിഷൻ എന്നുള്ള രീതിയിൽ അവരത് പാർലമെൻറ്റിൽ ചോദിച്ച് ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടണം, കളക്ട് ചെയ്യണം. ഇതെല്ലാം കാണുമ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് കാണുന്ന സമയത്താണ് യെസ്, വി ആർ ഓൾ ടുഗദർ നൗ എഗൻസ്റ്റ് ദിസ് ടെററിസം ആൻഡ് വിൽ ഫൈറ്റ് എഗൻസ്റ്റ് ദാറ്റ്. ആൻഡ് പിന്നീട് ഈ കാശ്മീരിനെ തിരിച്ച് റീബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകൾ പിന്നെയും അവിടെ പോകണം. ഇതിനെല്ലാം എൻകറേജ് ചെയ്തുകൊണ്ട് ഈ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കണതിന്. അപ്പോൾ അതിന് ഗവൺമെൻറ് ശക്തമായിട്ട് സെക്യൂരിറ്റി ഫോഴ്സസിനെ വെച്ച് ടൂറിസ്റ്റുകൾക്ക് അധികം, ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ചെക്കിങ് എന്നത്, ഇതാണ് എപ്പോഴും ടൂറിസ്റ്റുകളെ അങ്ങോട്ട് പോകാൻ മടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പം, ഈ നോർമൽസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റിക്കാരെ നമ്മൾ മാറ്റി നിർത്തും. ജനങ്ങൾക്ക് ശല്യം വേണ്ട, അവർ പേടിക്കരുത്. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തോക്കുമുണ്ടായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരെ കാണുന്ന സമയത്ത് ഒരു അണീസിനെസ് തോന്നും. അതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് വരുന്ന സമയത്താണ് ഇവന്മാർ ഈ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി തിരിച്ച് അതേ ലെവലിലോട്ട് സെക്യൂരിറ്റി ഫോഴ്സുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ ദ നോർമൽസി. ഒരു നോർമൽ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ഒരു സംശയമില്ല അതിനകത്ത്. അപ്പം അവരെന്താണ് ടാർഗറ്റ് ചെയ്തത് അത് കുറച്ച് സമയത്തിന് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അതിന് ഭദ്രകുമാർ സാർ നേരത്തെ പറഞ്ഞില്ല, ഇത് നമുക്ക് ഈ സിന്ധു നദി സംഭവമൊക്കെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് വെള്ളം കെട്ടിയാൽ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്സ്. അതിനെ ചെയ്യുന്ന സമയത്ത് അവർക്കത് എഫക്റ്റ് ആവണമെങ്കിൽ അത് ലോങ് ടേമിൽ കുറച്ച് സമയമെടുക്കും അത്. പക്ഷേ ഇപ്പം ചെയ്യേണ്ടത് ഈ ഡിപ്ലോമാറ്റിക്കൽ ഈ എല്ലാ ആൾക്കാരെയും തിരിച്ചു പറഞ്ഞയച്ചു, നമ്മുടെ ആൾക്കാരെ തിരിച്ചു വരച്ചു. ഇതിന് എത്രത്തോളം അവരെ പ്രഷറൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക. കാരണം ആ മനുഷ്യന് അവിടെ ഇരിക്കുന്ന ഈ ആർമി ചീഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടതെന്താണ്? അധികാരം പിടിച്ചെടുക്കുക. ആ അധികാരം പിടിച്ചെടുക്കാൻ അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാശ്മീരിനെയാണ്. സോ വി ഗോട്ട് ടു ഹാവ് നോ മെർസി ഓൺ ദിസ് ഗൈ. കാരണം ഒരു രാജ്യത്തിൻ്റെ സെൻറ്റിമെൻസിനെ വെച്ചിട്ടാണ് ഇയാൾ കളിച്ചിരിക്കുന്നത്, അയാളുടെ അധികാരഭ്രമം കൊണ്ട്. ഇതേപോലൊരു മുഷറഫ് കളിച്ചതായിരുന്നു നമ്മുടെ 522 പട്ടാളക്കാർ മരിച്ചുപോയത്. അതും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. കാരണം നിഷ്കളങ്കരായിട്ടുള്ള 30ഓളം ആളുകളെ നിങ്ങൾ വന്നിട്ട് വെടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞാൽ 529 പട്ടാളക്കാർ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫൈറ്റിലാണ് നമ്മൾ മരിച്ചു പോയി. ഇതൊന്നുമില്ലാതെ അവിടെ ഇരുന്ന് നിരപരാധികളെ നിങ്ങൾ വന്നിട്ട് കൊന്നിട്ട് നിങ്ങളൊരു ന്യൂസ് ഉണ്ടാക്കിയിട്ട് രാജ്യത്ത് മുഴുവൻ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്തുകൂടെ അവന്മാർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്നിട്ട് ഇപ്പോൾ ഇതാണ് പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, തെളിവ് എവിടെ? ഞങ്ങളാണെന്നതിന് തെളിവ് എവിടെ? സ്മൃതി, ഇതേപോലെ തന്നെ അല്ലായിരുന്നു മുഷറഫ് പറഞ്ഞത്, ഞങ്ങളുടെ ഇന്ത്യൻ പാകിസ്ഥാനി പട്ടാളക്കാരല്ല കാർഗിൽ മരിച്ചത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലല്ലോ, എടുക്കില്ല. അപ്പൊ അത് തന്നെയാണ് മറുപടി, അത് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതെ, നമ്മൾ കൊടുക്കേണ്ട മറുപടി അത് സമയത്തിന് തന്നെ കൊടുക്കുമെന്ന് ഞാൻ കരുതി. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ പരസ്പരം ഉപരോധങ്ങൾ അല്ലെങ്കിൽ റദ്ദാക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ ഫിറോസ്പൂരിൽ ഒരു BSF ജവാൻ അബദ്ധത്തിൽ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിപ്പോൾ പാക് സേന ആ ജവാനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നു, ഒരു വശത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു. പക്ഷേ പഴയ സാഹചര്യമല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ സങ്കീർണമാവില്ലേ? അത് വെച്ചൊരു വിലപേശൽ നടക്കുമോ ഇനി? ഒരു വിലപേശലിനും ഇന്ത്യ തയ്യാറാവില്ല. ഒരു വിലപേശലും ഇന്ത്യയുടെ അടുത്ത് ഇനി നടക്കില്ല. പാകിസ്ഥാൻ വളരെ ദാരുണമായ രീതിയിൽ തകരാൻ പോവുകയാണ്. ഞാനത് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. കാരണം ഇന്ത്യൻ ഡോഗ്സ് ആർ ഗെറ്റ് ഔട്ട്. ഞാനും എൻ്റെ കുടുംബവും കാശ്മീർ സന്ദർശിക്കുവാൻ വേണ്ടി ഏതാണ്ട് ഒരു 17 വർഷം മുമ്പ് പോയ സമയത്ത് അവിടുത്തെ കടകളുടെ മുമ്പിൽ എഴുതി വെച്ചിരുന്നു ഇന്ത്യൻ ഡോഗ്സ് ആർ ഗെറ്റ് ഔട്ട്. ഞാനത് കണ്ടിട്ടുള്ളതാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റാതെ സായുധ സേനയുടെ തോക്കിൻ കുഴലിലൂടെ നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ കാലം അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന്
ഭാരതത്തിൻ്റെ ദേശീയ പതാക, കാശ്മീരിലെ ജനങ്ങൾ ഇതെൻ്റെ ദേശീയ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാനോളം ഉയർത്തി അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം മതം നോക്കാതെ ജാതി നോക്കാതെ കച്ചവടക്കാരും വ്യവസായികളും കുഞ്ഞുകുട്ടികളും രംഗത്ത് വന്ന കാശ്മീർ ജനതയുടെ ഐക്യപ്രകടനം ഇന്നത്തെ കാശ്മീരിൻ്റെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും അധൈര്യം വേണ്ട. നേരത്തെ അബു പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ് പറയുന്നത്. ഇതുകൊണ്ടൊന്നും ഭാരതത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, ഇതുകൊണ്ടൊന്നും കാശ്മീരിനെ പിടിച്ചടക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് ഒരു പത്രമാധ്യമ സുഹൃത്ത് ഇംഗ്ലീഷ് ചാനലിലും മറ്റൊരാൾ മലയാളം ചാനലിലും സൂചിപ്പിക്കുകയുണ്ടായി. കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് ഇന്നലെയും ഇന്നും, അതായത് അക്രമമുണ്ടായി 48 മണിക്കൂറിന് ശേഷവും ഇന്നലെയും ഇന്നും കാശ്മീർ ഫ്ലൈറ്റ് ടൂറിസ്റ്റുകളെ കൊണ്ട് നിബിഡമാണ്, ഫുള്ളാണ്. ഒരു തകരാറും സംഭവിക്കില്ല. ശരിയാണ്, നമ്മൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. സുകുമാർ പറഞ്ഞതിനെ ഞാൻ വാനോളം അതിനെ പുകഴ്ത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഹാൻഡിലിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും റോബർട്ട് വദ്രയുടെയും VT സതീശൻ്റെയും VT ബൽറാമിൻ്റെയും MA ബേബിയുടെയും എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ദേശസ്നേഹികളായിട്ടുള്ള ആളുകളെ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യട്ടെ, അത് കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, BJP ആയാലും ശരി, രാജ്യത്തെ സ്നേഹിക്കുന്നവരെ വല്ലാതെ വേദനിപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവരൊക്കെ ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്നത് മാറി. ഇന്ന് അവർക്ക് തന്നെ അത് തെറ്റായി പോയി എന്ന ബോധ്യം അവർക്ക് തന്നെ ഉണ്ടായി എന്നുള്ളത് നല്ലതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും ചില ആളുകൾ, ഞാനത് ഈ ചർച്ചയിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ആരെയും വിമർശിക്കാതെ ചില ആളുകൾ ചില ചാനലുകളിൽ ഇരുന്നു കൊണ്ട്, ചില മൗദൂദി ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ ഒളിവെടിയുണ്ടയുടെ ഈ ഭീകരവാദികൾ, അവർക്ക് താടി ഉണ്ടായിരുന്നില്ല, അവർ കാവ്യ നിറത്തിലാണ് വന്നത് എന്നെല്ലാം പറയുന്ന മ്ലേച്ഛമായ വൃത്തികെട്ട ഭാഷണവും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഇതിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാത്തിനും തടയിടേണ്ടതുണ്ട്. കാരണം ഇന്നിപ്പോൾ ആരതി അച്ഛനെ നഷ്ടപ്പെട്ട ആരതി പ്രതികരിക്കുമ്പോൾ അതിശക്തമായി ഭാരതത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, എന്താ ഞാൻ കേട്ടില്ല, അച്ഛനെ നഷ്ടപ്പെട്ട മനസ്സോടുകൂടി ആരതിയുടെ പ്രതികരണം എന്ന് കണ്ടല്ലോ വരണം. അതാണ് നമുക്കിന്ന് വേണ്ടത്. ഭീകരർ വെടിയുതിർത്തതിനെ കുറിച്ച് പറയുമ്പോൾ അല്ലല്ലേ പറയട്ടെ, അതിനുശേഷം ആരതി പറയുന്നുണ്ട് തന്നെ സഹായിച്ച കശ്മീരികളായ സഹോദരങ്ങളെക്കുറിച്ച്, അതേക്കുറിച്ചൊക്കെ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ആരതിക്ക് നേരെ വരെ ഇവിടെ മോശം പരാമർശവും ആക്രമണവും നടക്കുകയാണ്. അതായത് വിഭജനത്തിന്റെ തന്ത്രം എന്താണോ ഈ ഭീകരർ ഉദ്ദേശിച്ചത് അത് വേറൊരു രീതിയിൽ നടപ്പാക്കുകയാണ്, അതിന് വശംവദരാകുകയാണ്. അതിനും തടയിടേണ്ടതുണ്ട്, അത് കർക്കശമായി തടയിടേണ്ടതുണ്ട്. അതിപ്പോൾ പല രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഒരു വഴിയിൽ കൂടിയല്ല, അത് തടയിടണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാനത് സ്മൃതിയുടെ ആ തടയിടണം എന്ന് പറയുന്നതിനെ ഞാൻ പരിപൂർണമായും സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാരണവശാലും ആ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്. കാരണം ബംഗ്ലാദേശിൽ ഒരു വിഭാഗം, ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ, വഖഫ് ബില്ലിൻ്റെ പേരിൽ ബംഗാളിൽ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ നമ്മുടെ പല റിപ്പോർട്ടർമാരും പല ചാനലുകളും പല ആളുകളും മിണ്ടുന്നില്ല, ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. അപ്പം അത് കണ്ടിട്ടുള്ള ഒരു സങ്കടം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ആയിരിക്കും. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിന്റെ ഔചിത്യത്തെക്കുറിച്ചല്ലേ നമ്മൾ ആദ്യം ചർച്ചയിൽ പറഞ്ഞത്, പ്രതിപക്ഷത്തിന്റെ ഔചിത്യത്തെക്കുറിച്ചല്ലേ നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നമ്മളെ ആക്രമിക്കാൻ വന്നവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സമയമാണ്. അവിടെ വിഭിന്ന ശബ്ദങ്ങൾ, വേറിട്ട ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഭിന്നിപ്പിന്റെ ആശയങ്ങൾ ആളുകളിൽ കുത്തിനിറയ്ക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്നത് കർക്കശമായ നിലപാടാണ് എടുക്കേണ്ടത്. അവിടെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വേറെയും പറയാനുണ്ടാകും. അതിപ്പോൾ പറയാമോ എന്നുള്ളതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായ ഘട്ടത്തിലൊക്കെ 2008 ശിവരാജ് പാട്ടീലിന്റെ രാജി അവിടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ആ ഉത്തരം വളരെ പ്രകടമാണ്. അതിശക്തമായ പോരാട്ടം ഇന്ത്യക്ക് വേണ്ടി നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പോരാട്ടം നടത്തണം. പക്ഷെ ആ പോരാട്ടത്തിൽ
പലപ്പോഴും നമ്മൾ സെലക്റ്റീവായിട്ടുള്ള വിമർശനവും സെലക്റ്റീവായിട്ടുള്ള താല്പര്യവും കാണിക്കുന്നതിനെ എതിർക്കുന്ന കുറേ ആളുകളുണ്ട് ഈ നാട്ടിൽ. അവരും വികാരജീവികളാണ്. അല്ല, വികാരജീവികൾ ആ വികാരം അങ്ങനെ സമൂഹ മാധ്യമത്തിൽ അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവും. പൊട്ടിയൊലിക്കാൻ പാടില്ലല്ലോ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അത് തടയണം. അത് തടയണം. കാരണം അത് അപകടമാണ്. തടയണമെന്നേ വാസ്തവത്തിൽ അതെ, അവിടെ തന്നെ ഈ തടയണം എന്ന് പറയുമ്പോൾ ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ് ഇല്ലേ, ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ എം എ ബേബി. അദ്ദേഹത്തിൻ്റെ ഭാഷ ഇന്നലെ എന്തായിരുന്നു? താങ്കൾക്ക് ആ ഭാഷയെ ന്യായീകരിക്കാൻ പറ്റുമോ? താങ്കൾക്ക് ആ ഭാഷയെ ന്യായീകരിക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ്റെ നാവ് പോലെയല്ലേ അദ്ദേഹം പറഞ്ഞത്? എന്താണോ ഈ പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപൻ പറഞ്ഞത്? 370 എടുത്ത് കളഞ്ഞതിൻ്റെ ദുഃഖമാണ് ഞങ്ങളുടെ ഈ അക്രമം എന്ന് അദ്ദേഹം പറഞ്ഞ അത് തന്നെയല്ലേ ഇദ്ദേഹം പറഞ്ഞത്? എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപക്ഷത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്നേ. ആ അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടത്തിൽ വന്നിട്ടുമുള്ളതാണ്. പക്ഷെ ഭീകരതയുമായി അക്രമവുമായിട്ട് കൂട്ടിക്കൊടുക്കരുത്. താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാൻ ആ ഭാഷയെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ ആ ഭാഷയെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മേജർ രവിക്കറിയാം. ചില ആളുകൾ പറയുമ്പോ ചില ആളുകൾ റിയാക്ട് ചെയ്യും. അങ്ങനെയല്ല, ഇവരാരും പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. ബേബിയും പറയാൻ പാടില്ല, ആരും പറയരുത്, ഒരാളും പറയരുത്. താങ്കൾ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരിച്ചാണ്. പ്രതികരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും നടന്നാണ്. താങ്കൾക്ക് ഒരു ഘട്ടത്തിൽ കൂടി അതേക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാം. ഇപ്പോൾ എങ്ങനെയാകണം രാജ്യം പ്രതികരിക്കേണ്ടത് എന്നൊരു വിഷയമുണ്ടല്ലോ. അതിൽ നിന്നും മാറി ചിലരെങ്കിലും ഉത്തരവാദിത്തമില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പെരുമാറുന്നുണ്ട്. അത് പലരിലും സ്വാധീനം ചെലുത്തുകയും മോശം സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യും. എന്താണ് ഇതിൽ പറയാനുള്ളത്? സ്മൃതി, ഞാൻ ആദ്യം ഈ അക്രമം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കാലത്ത് ആദ്യത്തെ TV ചാനൽ ചർച്ചയിൽ ഞാൻ സംസാരിച്ചൊരു കാര്യമുണ്ട്. കൃത്യമായിട്ട് ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ ആ ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കോ കാശ്മീരിൽ നടത്തിയെങ്കിലും അവരൊരു ലോങ് ടേം പ്ലാൻ ഇട്ടുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഓലികൾ ഇന്ത്യയിൽ മുഴുവൻ പടരണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ 2-3 ഡയലോഗുകൾ അടിച്ചിരിക്കുന്നത്. നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കൊല നടത്തി. അതിനുശേഷം നിനക്ക് കൽമ ചൊല്ലാനറിയാം. ഇതെല്ലാം ഒരു ക്ലാരിറ്റി. എന്താണ് പുറത്തു നിന്ന് കാണുന്നവർക്ക് തോന്നുന്ന എന്താണ്? ഹിന്ദുക്കളെ കൊന്നു മുസ്ലിംസ്. ആ ഒരു പ്രൊപ്പഗണ്ട ഇന്ത്യയിൽ മുഴുവൻ അടിച്ചിറക്കിക്കൊണ്ട് സമാധാനപരമായിട്ട് കഴിയുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ മനസ്സിനകത്തോട്ടൊരു വിദ്വേഷം കയറ്റുക. അത് ശരി, അവിടെ ഹിന്ദുക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ട് കൊന്നു. ഇത് പാകിസ്ഥാൻ്റെ അവർ ഇപ്രാവശ്യം കുറച്ച് ഇൻ്റലിജൻ്റായിട്ട് ആരോ ഒരു PR വർക്ക് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം, അവിടെ എന്ത് ഹിന്ദു എന്ത് ക്രിസ്ത്യാനി, നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മുസ്ലിംസുമായിട്ട് യാതൊരു സിമ്പതിയില്ല. അവരിവിടെ വന്ന് കൊല്ലുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരനെയാണ് കൊല്ലുന്നത്. അതിനകത്ത് കശ്മീരിലെ പള്ളികളിൽ നിന്നും ഈ ആക്രമണത്തിന് ശേഷം വന്ന സന്ദേശം എന്നുള്ളത് ഭീകരർ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നുള്ളതാണ്. മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് അവർ അവിടെ നടന്നു നീങ്ങിയത്. അവിടെ ജനം ഒറ്റക്കെട്ടാണ്. അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല. പാകിസ്ഥാൻ മുർദാബാദ് വിളിച്ചുകൊണ്ടാണ് ജനം തെരുവിലേക്ക് ഇറങ്ങിയതെന്നും നമ്മൾ കണ്ടതാണ്. കൊച്ചുകുട്ടികൾ അവരുടെ നോട്ട് ബുക്കുകളിൽ എഴുതിക്കൊണ്ടാണ് ആ പ്രതികരണവുമായി രംഗത്ത് വന്നത്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ്. കടുത്ത നടപടികൾ വേണം. ഇത് പോരാ, മറുപടി ശക്തമായി തന്നെ നൽകണം എന്നുള്ള അഭിപ്രായം രാജ്യം മുന്നോട്ട് വയ്ക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നൊളിച്ചാലും ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും കടുത്ത ശിക്ഷ വാങ്ങും എന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് നൽകിയത്. വളരെ നന്ദി ശ്രീ M. K. ഭദ്രകുമാർ, മുൻ ഇന്ത്യൻ സ്ഥാനപതി, അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, BJP പ്രതിനിധി, N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, മേജർ രവി, റിട്ടയർഡ് സൈനിക ഓഫീസർ, പെഹൽഗാമിലുണ്ടായിരുന്ന മലയാളി അബൂത്ത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.